ഹായ് ഫ്രണ്ട്സ്, നമുക്കിവിടെ ഏത്തപ്പഴം കൊണ്ടിട്ട് ഏറ്റവും എളുപ്പത്തിലുള്ള 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. കുറച്ച് നല്ലതായിട്ട് പഴുത്ത പഴമാണെങ്കിൽ ഒന്നുകൂടി ഇതിന് ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഏത്തപ്പഴവും പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയും ശർക്കരയാണ്. ഞാൻ കുറച്ച് അളവിൽ തേങ്ങയും ശർക്കര എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ഒരു പാടുമില്ല, 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഞാൻ ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി അതിന് ഉള്ളിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കണം. അതിനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. നെയ്യ് ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ്. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം, കുറച്ച് മാത്രം മതി. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് അത് ചെറുതായിട്ടൊന്ന് ചുമന്ന നിറമാക്കി എടുക്കണം. അതായത് ചെറുതായിട്ട് ചുമന്ന നിറമൊന്നും വരണ്ട, എന്നാലും ചെറുതായിട്ടൊന്ന് അതിൻ്റെ പച്ച മണമൊക്കെ പോയിട്ട് പച്ചപ്പൊന്ന് പോയിട്ട് ഒന്ന് മൊരിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. നമ്മൾ ചീകി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ശർക്കര പാനിയാക്കിയിട്ട് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ ശർക്കര പാനിയൊന്നും ആക്കുന്നില്ല, അല്ലാതെ തന്നെ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. നല്ല ശർക്കരയാണ്, അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കരയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ശർക്കരയും ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിത് കുട്ടികൾക്കൊക്കെ എപ്പോഴും അവർ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ വേറെ ഒന്നും ഇരിപ്പില്ല, പഴമൊക്കെ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഇഷ്ടം പോലെ തന്നെ കഴിച്ചോളും. പിന്നെയും നമ്മളോട് ചോദിച്ച് കഴിച്ചോളും. അപ്പം നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. ആ ശർക്കര നല്ലപോലെ അലിഞ്ഞ് വെള്ളമാവാനൊന്നും നിൽക്കേണ്ട, കുറച്ചൊന്ന് ഇളക്കി എടുത്താൽ മതിയാവും. അതിനുശേഷം നമ്മൾ പഴം പുഴുങ്ങി വെച്ചിട്ടുള്ളത് എടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. നല്ല വൃത്തിക്ക് ഉടച്ച് മാവ് പരുവത്തിലാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ എടുത്തതിന് ശേഷം നമുക്കത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഫില്ലിങ്ങിനുള്ളിൽ ആ ഫില്ലിങ് ഈ പഴത്തിൻ്റെ മാവിനുള്ളിൽ വെച്ച് നമ്മളൊരു ബോണ്ട പോലെ ആക്കിയിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിനൊരു ശകലം കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊരു മൈദപ്പൊടി, ശകലം മാത്രം മൈദപ്പൊടി ചേർത്തിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മാവ് നമ്മൾ എണ്ണയിലിടുന്നതല്ലേ, പഴം തന്നെ ആകുമ്പോഴത്തേക്കൊരു കട്ടി ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മൈദ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മൈദ ഇട്ട് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ച് നമ്മൾ ആ ഫില്ലിങ് ഉള്ളിൽ വെച്ചിട്ട് ബോണ്ട പോലെ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കാം. അധികം ഇത് എണ്ണയിലിട്ട് മൂപ്പിക്കേണ്ട, തീ കുറച്ചിട്ട് മൂപ്പിച്ചെടുത്താൽ മതി. കാരണം ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇത് ഏത്തപ്പഴം നല്ലപോലെ വെന്ത ഏത്തപ്പഴമാണ്. ഉള്ളിലിരിക്കുന്ന ഫില്ലിങ് ആയാലും നമ്മൾ നല്ലപോലെ ചൂടാക്കി വരട്ടിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ചെറുതാക്കി മുറിച്ച് ചെറിയ തീയിലിട്ട് മുറിച്ചെടുത്താൽ നമ്മുടെ 4 മണി പലഹാരം തയ്യാറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക് യു.